നിങ്ങൾക്കറിയാലോ 2025 ഇത് വഖഫ് പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ എതിർപ്പുകൾ പ്രതിപക്ഷം മുഴുവൻ എതിർത്ത് ഇത് പാസ്സാക്കിയ വഖഫ് ആക്ട്, സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വഖഫ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി രൂപീകരിച്ച വഖഫ് ബോർഡാണ് കേരളത്തിലേത് ആദ്യത്തെ. അതിൽ രൂപീകരിച്ചപ്പോൾ തന്നെ ആ രൂപീകരണ ഉത്തരവിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ഒരു മുസ്ലിമേതര 2 പ്രതിനിധികളെ, നോൺ മുസ്ലിം പ്രതിനിധികളെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഉത്തരവിൽ തന്നെ ഉണ്ട്, മുസ്ലിമേതര പ്രതിനിധിയെ പൊതുകാര്യ പ്രസക്തരിൽ നിന്നും ബാർ കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. അവർ 2 പേരെ പിന്നീട് നിയമിക്കും എന്ന് കഴിഞ്ഞ സർക്കാർ അറിയിച്ചു. അവരെ പിന്നീട് നിയമിക്കും. ബാർ കൗൺസിലിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം നിയമിക്കും. ആ ഉത്തരവിൽ തന്നെ ഉണ്ട് നോൺ മുസ്ലിം പ്രതിനിധികളെ, കാരണം സെൻട്രൽ ആക്റ്റാണ്. നോൺ മുസ്ലിം പ്രതിനിധികളെ, മുസ്ലിമേതര പ്രതിനിധികളെ പിന്നീട് വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ചത്. അതിനുശേഷം 4 ഹർജികൾ കോടതിയിൽ വന്നു. 4 ഹർജികളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഈ നോൺ മുസ്ലിം ആളുകളെ വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, മുസ്ലിം വിഭാഗങ്ങളിലെ ഷിയ, ബോറ, ആഘാഖാനി, പിന്നോക്ക മുസ്ലിം ഇവരുടെ പ്രതിനിധികളെ വഖഫ് ബോർഡിൽ വെച്ചിട്ടില്ല. പിന്നെ സെക്ഷൻ 14 അനുസരിച്ച് ഓരോ കാറ്റഗറിയും അത് നിർണ്ണയിക്കുന്നത് മാൻഡേറ്ററിയാണ്, നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആളുകൾ യോഗ്യരായിട്ടുള്ള അല്ലാത്ത ആളുകൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് 4 ഹർജികൾ വന്നത്. ഇത് വന്ന ഉടനെ തന്നെ എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ്? എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ്? വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, കോടതിയിൽ ഞങ്ങൾ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതെല്ലാം പരിശോധിച്ച് ഞങ്ങൾ വഖഫ് ബോർഡ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ ഈ ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനി ഇതിൻ്റെ മീതെ സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ്. അപ്പോൾ അവിടെ വെച്ച് വഖഫ് ബോർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? വഖഫ് ബോർഡിൻ്റെ ചെയർമാനടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് അമുസ്ലിം അംഗങ്ങളെ സെക്ഷൻ 14 പ്രകാരം വെച്ചുകൊള്ളാം, ബാർ കൗൺസിലിൽ നിന്നും പൊതുകാര്യ പ്രസക്തരിൽ നിന്നും മുൻ വാഗ്ദാനം അനുസരിച്ച് ചെയ്തു കൊള്ളാം. ഇപ്പോൾ പോയില്ലേ ഇതെല്ലാം? അവർ പോയി പറഞ്ഞാണ്, സുപ്രീം കോടതി പോയി പറഞ്ഞാണ് വെച്ചുകൊള്ളാം. സെക്ഷൻ 14 പാലിച്ച് വഖഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി വേണം. കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി തള്ളണം എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതി തള്ളിയില്ല. അപ്പോൾ കേരള സർക്കാർ ഹൈക്കോടതിയിലെടുത്ത സ്റ്റാൻഡ് എന്താ? ഈ ഹർജി തള്ളണം എന്ന സ്റ്റാൻഡാണ്. അതേ കാര്യമാണ് സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ് ആവർത്തിച്ചത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്, മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 2 പേരെ വെച്ചുകൊള്ളാം. ഞങ്ങൾ ഈ പരാതി മാത്രമല്ല, 4 പ്രധാനപ്പെട്ട പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ ആ പരാതികൾ പരിശോധിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ ഈ ഹർജികൾ തള്ളണം, ഗവൺമെൻറ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഈ സ്റ്റാൻഡിനെയാണ് വഖഫ് ബോർഡ് പോയി സുപ്രീം കോടതിയിൽ പോയി ഉയർത്തിക്കാട്ടിയത്. ഹർജി തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടും ഹൈക്കോടതി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി തരുന്നില്ല. ഞങ്ങൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ 2 അമുസ്ലിങ്ങളെ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയ പ്രചരണം നടത്തി ഞങ്ങളുടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവോ CPMോ വിചാരിച്ചാൽ നടക്കില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ക്ലിയറാണ്. യെസ്. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയത്തില്ല. എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴത്തെ അല്ല, സുപ്രീം കോടതി, എന്നിട്ട് സുപ്രീം കോടതി 2 കൂട്ടരെ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡിനെ പിന്തുണച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് അവിടെ പോയത്. സർക്കാർ തള്ളണം, ഈ കേസ് തള്ളണം എന്നാണ്
ഈ ഹർജികൾ തള്ളണമെന്നാണ്. എന്നിട്ട് ഇതിലെ പ്രധാനപ്പെട്ട പരാതികൾ പരിശോധിച്ച് അതനുസരിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തു പ്രചരണമാണ് നടത്തുന്നത്? അല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമല്ലേ അത്. അല്ലല്ല, ഞങ്ങളല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്, ആ ഉത്തരവിലുണ്ടത്. എന്നിട്ട് ഇപ്പോഴും വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറയുന്നത് ഞങ്ങളത് വെച്ചുകൊള്ളാന്നാ. ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റേറ്റസ് എനിക്കറിയില്ല, അത്ര ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല, അത് ഇപ്പോൾ സെൻട്രൽ ആക്ട് അല്ലേ. ഇപ്പോൾ കോടതി അതിനെതിരായിട്ട്, സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളിയത് കൊണ്ടാണ് പിണറായി സർക്കാർ വഖഫ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഈ 2 അമുസ്ലിം പ്രതിനിധികളെ ഞങ്ങൾ വെച്ചുകൊള്ളാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ടായിരിക്കും വെക്കായിരുന്നത്. ബൈൻഡിങ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഒരു സ്റ്റാൻഡ് എടുക്കാമല്ലോ, വെക്കില്ല. Which case? Tamil Nadu. Tamil Nadu case is different. Only this matter, 2 non-Muslims, appointment of 2 Muslims only pending before the Supreme Court. Here there are other demands also. In the other petitions, there are 4 petitions before the High Court that I have already stated to you that there is no proper representation for Shia, Bora, Aga Ghani and backward Muslims. And there is no some of the persons are not competent, and according to section 14(6), determination of each category is mandatory. There is a violation. 3 more other petitions also. 4 petitions are pending before the Kerala High Court. Sir, but in the affidavit that you all filed before the High Court, you all said that you all will strictly comply with section 14. Section 14 also includes appointment of non-Muslims. The Waqf Board also has taken a stand before the High Court as well as in the Supreme Court that we will comply with the provisions of the section 14. Already taken a stand, and we demanded the rejection of the petition also, the dismissal of the petition also.